ത്രീ ലോങ് ലൈഫ് ബുദ്ധാസ് അഥവാ ദീർഘായു ബുദ്ധന്മാരുടെ 3 രൂപങ്ങൾ. ദീർഘായു ബുദ്ധത്രയങ്ങൾ. ദീർഘായുസ്സിന് വേണ്ടിയിട്ട് 3 ബോധിസത്വന്മാരെയാണ് വജ്രയാനത്തിൽ മുഖ്യമായിട്ട് ആരാധിക്കുന്നത്. അമിതായുസ്, വൈത്താര, ഉഷ്ണീഷ വിജയ. ഇതിൽ അമിതായുസ് എന്ന് പേരുള്ള ബുദ്ധൻ അമിതാഭ ബുദ്ധൻ്റെ സംഭോഗകായ സ്വരൂപമാണ്. പവിഴക്കല്ല് പോലെ ചുവന്ന ദേഹനിറവും കയ്യിൽ അമൃതകുംഭവും ധരിച്ചിരിക്കുന്ന ബുദ്ധനാണ്. പേരുപോലെ തന്നെ അമിതായുസ് ബുദ്ധനെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ദീർഘായുസ് തന്നെയാണ് ഫലം. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സ്ഥിരതയും ലഭിക്കുന്നതാണ്. ജീവൻ്റെ ദീർഘായുസ് മാത്രമല്ല, അനന്തമായ സന്തോഷം കൂടിയാണ് അർത്ഥമാക്കുന്നത്. അടുത്തതായി നമുക്കെല്ലാവർക്കും പരിചിതമായ ഗ്രീൻ താര ദേവിയുടെ മറ്റൊരു ഭാവമായിട്ടുള്ള സപ്തലോചനി താര അഥവാ വൈത്താരയാണ്. സപ്തലോചനി താര ദീർഘായു ബുദ്ധത്രയങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഉപാസന മാത്രേണ അല്ലെങ്കിൽ മന്ത്രജപം മാത്രേണ പെട്ടെന്ന് വന്ന് ഹീല് ചെയ്യും. എല്ലാ രോഗങ്ങളിൽ നിന്നും ഹീല് ചെയ്യുന്നത് കൊണ്ടാണ്. അത് ശാരീരികമായാലും ശരി, മാനസികമായാലും ശരി. അടുത്ത ബോധിസത്വനാണ് ഉഷ്ണീഷ വിജയ ബോധിസത്വൻ. ദീർഘായു ബുദ്ധത്രയങ്ങളിൽ ഉഷ്ണീഷ വിജയാദേവി 21 താരാദേവി സ്വരൂപങ്ങളിൽ ഒരു താരയാണ്. അമിതായുസ് ദീർഘായുസ് നൽകുമ്പോൾ വൈത്താരാദേവി രോഗശാന്തി നൽകുന്നു. അതേസമയം ഉഷ്ണിഷ വിജയാദേവി പാപകർമ്മങ്ങളെ ശോധനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ശുദ്ധീകരണത്തിൻ്റെ ദേവതയാണ് ഉഷ്ണീഷ വിജയ താര.